ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ അപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ EVSന്റെ 4ാമത്തെ ചാപ്റ്ററായ വണ്ടർ വേൾഡ് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ കൗതുക ലോകം എന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ ടെക്സ്റ്റിന്റെ ആദ്യ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന സാനി എന്നൊരു കുട്ടി കുറച്ച് കിളികളെ, ഒരു ബനിയൻ ട്രീയിലുള്ള കിളികളെ നിരീക്ഷിക്കുന്നതാണ് അല്ലേ. അതിന്റെ കുറച്ച് പൊതുവായ പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. ശരീരത്തിൽ തൂവലുകളുണ്ട്, മുട്ടയിടുന്നു, പിന്നെ എന്തൊക്കെയാണ്, ഓരോന്നും ഓരോ വലുപ്പത്തിലാണ്, പിന്നെ ഓരോ രീതിയിലാണ് കൂട് കെട്ടുന്നത്. അങ്ങനെ ഓരോ രീതിയിൽ ഓരോ പക്ഷികളും വ്യത്യസ്തരാണ്. ക്യാൻ യു നെയിം ദം? മെൻഷൻ ദ നെയിംസ് ഓഫ് ദ ബേർഡ്സ് സീ ഇൻ യുവർ ലൊക്കാലിറ്റി. അപ്പം നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള കുറച്ച് പക്ഷികളെയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാമല്ലേ. അപ്പം ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നെയിംസ് എന്താണ്? പാരറ്റ് തത്ത, മൈന, പിന്നെ വുഡ്പെക്കർ മരംകൊത്തി, പിന്നെ വരുന്നത് കിങ്ഫിഷർ ആണ്, അതായത് നീലപ്പൊന്മാൻ. നെസ്റ്റ് മേക്കേഴ്സ് കൂടൊരുക്കുന്നവർ. Anyone who see the nest of birds will be the wonderstruck. They are so beautiful. പക്ഷികളുടെ കൂടെന്നൊക്കെ പറയുന്നത് എന്താണ്? ഏതൊരാളും നോക്കി നിൽക്കുകയും അത്രയ്ക്ക് മനോഹരമായതുമാണ്. അപ്പോൾ ഒരു പക്ഷി ഉണ്ടാക്കുന്ന പോലെയുള്ള കൂട് വേറൊരു പക്ഷിക്കോ മറ്റൊരാൾക്കോ ഉണ്ടാക്കാൻ കഴിയുകയില്ല. Where do the birds build nests? പക്ഷികൾ എവിടെല്ലാമാണ് കൂടുകൾ ഒരുക്കുന്നത്? In holes of tree and trunks, in burrows, മരപ്പൊത്തില്, മാളത്തില്, പിന്നെ ട്രീസിലും ബുഷസിലും, പിന്നെ ചെറിയ ക്ലിഫുകള്, പിന്നെ ഗ്രൗണ്ട് ലെവലുകളില്, പിന്നെ എവിടെയാണ് ഹ്യൂമൻ മെയ്ഡ് സ്ട്രക്ചേഴ്സിൽ, അതായത് നമ്മുടെ വീടിന്റെയൊക്കെ ഈ റൂഫിലും വാളിലും ഒക്കെ ഇവര് കൂട് കെട്ടാറുണ്ട്. എന്തിനു വേണ്ടിയാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്? ഓക്കെ, നല്ലൊരു വാസസ്ഥലം, പിന്നെ എന്താണ്, മുട്ടയിടാന്, ഇണ ചേരാനൊക്കെ വേണ്ടിയാണ്. പിന്നെ ആ കൂട്ടിൽ അവർ ജീവിക്കാറുണ്ടോ? ഇല്ലല്ലേ. ചില പക്ഷികൾ മുട്ടയിട്ട് ഇപ്പൊ പക്ഷി വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കൂട്ടിൽ നിന്ന് അവർ മാറും. അല്ലെങ്കിൽ ഓരോ പക്ഷികളും ഓരോ രീതിയിലാണ് കൂട് നിർമ്മിക്കുന്നതും ആ കൂട്ടിൽ വസിക്കുന്നതും. ഗസ്റ്റസ്, അതായത് വിരുന്നുകാർ. ചില കിളികളൊക്കെ ചില സീസണുകളിൽ വരികയും അതുപോലെ തന്നെ ചില സീസണുകളിൽ അവയൊന്നും കാണുകയും ചെയ്യത്തില്ല. അപ്പം നമ്മൾ ഈ പുസ്തകത്തിൽ ഒരു ചിത്രത്തിൽ ഒരു കിളിയെ കൊടുത്തിട്ടുണ്ട്, അതായത് ഗോൾഡൻ ഒറാക്കിൾ, അതായത് മഞ്ഞക്കിളി. ദേ ആർ വിസിറ്റേഴ്സ് ഹു കം ഫ്രം ദ ഫാർ ഓഫ് ദ പ്ലേസസ് ബട്ട് ദേ റിട്ടേൺ ബിഫോർ ദ മൺസൂൺ ഇൻ അവർ കൺട്രി. ഇത് നമ്മുടെ പ്രദേശത്ത് കാണപ്പെടുന്ന ഒരു കിളിയാണ്. Some birds come from far off places in certain season. They are known as migratory birds. ചില പ്രത്യേക കാലത്ത് ദൂരദേശത്ത് നിന്നും പറന്നു വരുന്ന ചില പക്ഷികളുണ്ട്. അത് നമ്മുടെ പ്രദേശത്ത് നിൽക്കുകയും ഒരു നിശ്ചിത സീസൺ കഴിയുമ്പോൾ അവ തിരിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള കിളികളെയാണ് ദേശാടന പക്ഷികൾ, അതായത് മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മൈഗ്രേറ്ററി ബേർഡ്സ്? എന്താണ് ദേശാടന പക്ഷികൾ? അതിനൊരു എക്സാമ്പിൾ എഴുതുക. Can travel and catch prey. സഞ്ചരിക്കാം, ഇരപിടിക്കാം. Look at the pictures of some birds. ചില പക്ഷികളുടെ ചിത്രങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. What are the physical features which enable this bird to move and catch the prey? അപ്പോൾ ചിലതിന് എന്താണ്, വെള്ളത്തിലൂടെയും കരയിലൂടെയും സഞ്ചരിക്കാനുള്ള കഴിവ്, പിന്നെ വലിയ ചുണ്ടുകള്, പിന്നെ ഒരുപാട് നേരം പറക്കാനുള്ള കഴിവ്, വലിയ കാലുകള്, പിന്നെ കൊത്തിപ്പറിക്കാവുന്ന പോലത്തെ കാലുകളും ചുണ്ടുകളും, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലേ. How do shape, size, legs, wings, etc. help the bird to fly? Note down the points of your environment. Have you seen the eagle snatch away chicks and other creatures? ഇപ്പം ദൂരെയുള്ള പരുന്ത് ഈ താഴെയുള്ള കോഴിക്കുഞ്ഞുങ്ങളെയും മറ്റും റാഞ്ചിക്കൊണ്ട് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പം അതിന്റെ എന്ത് കഴിവാണത്? ഒരുപാട് വളരെ ചെറിയ വസ്തുക്കളെ വളരെ ദൂരത്തിൽ നിന്നും കണ്ടെത്താനുള്ള ഒരു കഴിവ്, അതുപോലെ തന്നെ ഒരുപാട് ദൂരം പറക്കാൻ, ഒരുപാട് ഉയരത്തിൽ പറക്കാനുള്ള കഴിവ്, പിന്നെ ഒരു വെയിറ്റ് ക്യാരി ചെയ്യാനുള്ള കഴിവ് എന്നിവയൊക്കെയാണ് ആ ഒരു പരുന്തിനെ ഇത് സാധിക്കുന്നത്. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് മാച്ച് ദ ബീക്ക് ആൻഡ് ലെഗ്സ്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഡക്കാണ്. ഡക്കിന്റെ ആണ് ഒരു പരന്ന പോലത്തെ ഏറ്റവും അവസാനത്തെ. രണ്ടാമത്തെ പരുന്ത് ഈഗിളിന്റെ ആണ് ഒരുപാട് ഉള്ള ഫസ്റ്റിലത്തേത്. മൂന്നാമത്തെ ക്രെയിൻ ആണ് കൊടുത്തിരിക്കുന്നത്. ക്രെയിൻ്റെ ആണ് ആ രണ്ടാമത്തെ ഫിഗർ. ബേർഡ്സ് ആൻഡ് ദ എൻവയോൺമെന്റ്, പക്ഷികളും പരിസ്ഥിതിയും. You have learned the diversity in the world of birds. Birds add beauty to our surroundings. പക്ഷി ലോകത്തെ വൈവിധ്യം നിങ്ങൾ കണ്ടല്ലോ. പക്ഷികൾ നമ്മുടെ ചുറ്റുപാടിനെ മനോഹരമാക്കുന്നു. അതോടൊപ്പം അവയെ ഒട്ടേറെ പ്രയോജനങ്ങളുമുണ്ട്. ഇപ്പൊ എന്തൊക്കെയാണ്? Preying birds like owl and eagle prevent the increase of rats, help in seed dispersal and control pests. അപ്പൊ വിത്ത് വിതരണത്തിന് സഹായിക്കുന്നു, കീടങ്ങളെ നശിപ്പിക്കുന്നു, മൂങ്ങയും പരുതും എന്നിവ, എലികൾ എന്നിവയെ പിടിക്കുന്നു. പിന്നെ കാക്ക നമ്മുടെ പരിസരമൊക്കെ വൃത്തിയാക്കുന്നു. അങ്ങനെ ഒരുപാട് നമുക്ക് പ്രയോജനങ്ങളുണ്ടല്ലേ ഈ ഒരു പക്ഷികളെ കൊണ്ട്.